ശ്രീ എം ബി രാജേഷ് ഒരു ചാനലിൽ, അതായത് റിപ്പോർട്ടർ ചാനലിലാണ് അരുൺകുമാറിനോട് ഒരു പ്രസ്താവന നടത്തുന്നത് കണ്ടു, ഒരു ഇൻ്റർവ്യൂവിൽ. അത് കണ്ട് ഒരു വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രി 2007 എല്ലാവരുടെയും അറിവ്, SITക്കൊക്കെ അറിവ് അങ്ങനെയാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം SITക്ക് ബോധ്യപ്പെട്ടേക്കുന്നത്, ഇവർ പറയുന്നതാണല്ലോ SITക്ക് ബോധ്യപ്പെടുന്നത്, SITക്ക് ബോധ്യപ്പെട്ടത് 2004 പോറ്റി ശബരിമലയിൽ എത്തിയെന്നാണ്. അപ്പോൾ എന്തിനാ അത് പറഞ്ഞുകൊണ്ട് വരുന്നതെന്നറിയോ? അന്ന് ശ്രീ KC വേണുഗോപാലാണ് ദേവസ്വം വകുപ്പ് മന്ത്രി. അപ്പോൾ ദേവസ്വം ചുമതലയുള്ള മന്ത്രി, അതിനു മുമ്പ് G കാർത്തികേയൻ. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ കാലത്ത് ആണ്, അത് വേണുഗോപാലിൻ്റെ കാലത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയെ കയറ്റിയത്. ശബരിമലയെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെന്നല്ല, എല്ലാ വിശ്വാസികൾക്കും കയറാം, എല്ലാ ജാതി മതസ്ഥർക്കും കയറാം, ഒരു കുഴപ്പമില്ല. ആരൊക്കെ ശബരിമലയിൽ വരുന്നു എന്നുള്ളത് ദേവസ്വം മന്ത്രി അറിയുന്ന കാര്യമില്ലല്ലോ. പിന്നെ KC വേണുഗോപാൽ കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും തെളിവുള്ള കാര്യമാണോ? അതായത് UDFൻ്റെ മണ്ടയിലേക്ക് കൊണ്ടിടാൻ ബോധപൂർവമായൊരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാൽ മന്ത്രിയായിരുന്നത് 2004 മുതൽ 2006 വരെയാണ് ദേവസ്വം മന്ത്രിയായിരുന്നത്. ഈ കാലയളവ് അത് കഴിഞ്ഞിട്ട് 2007 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി അവിടെ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്ത്രി അകത്താണല്ലോ, തന്ത്രി നല്ല താന്ത്രിക വിദ്യയൊക്കെ അകത്ത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തന്ത്രിമാരെന്നൊക്കെ പറയുന്നവർ മര്യാദയ്ക്ക് പെരുമാറേണ്ടവരല്ലേ? ആളുകൾ അവർ ഒരു വലിയ ആരാധനയോടെ കാണുന്നതല്ലേ? എന്ന് വെച്ചാൽ ഒരു ആരാധനയെന്ന് പറഞ്ഞാൽ അവരെ ആരാധിക്കും എന്നുള്ളതല്ല, അത്രയും ബഹുമാനത്തോടു കൂടി അവർ പവിത്രമായ പോസ്റ്റ് അവർ വഹിക്കുന്നു എന്നുള്ള രീതിയിൽ അവരെ ഇഷ്ടപ്പെടുന്നതും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതുമാണ് ആളുകളെല്ലാം. അങ്ങനെയുള്ളവർ ചെയ്തേക്കുന്ന പരിപാടി നമുക്കറിയാമല്ലോ. പണ്ട് ഒരു കുപ്രസിദ്ധ കുറ്റവാളിയായ ഒരു സ്ത്രീ, അവരും കൂട്ടാളികളോട് ചേർന്നിട്ട് ഒരു തന്ത്രിയുടെയാണ് തുണി മുഴുവൻ അഴിച്ചിട്ട് എല്ലാ ഫോട്ടോയും എടുത്ത് അതും എടുത്ത് അയാളെ പുരട്ടി ഭീഷണിപ്പെടുത്തി 10-40 പവൻ്റെ സ്വർണം അയാളുടെ ദേഹത്തു നിന്ന് അഴിച്ചെടുത്തത്. സ്വർണ്ണതന്ത്രിയാണ്, മുഴുവൻ അഴിച്ചെടുത്തു കൊണ്ടുപോയി. അത് പിന്നെ കേസും വഴക്കുമൊക്കെ ആയി. അതെല്ലാം കഴിഞ്ഞാണ് അടുത്ത തന്ത്രി. ഈ അടുത്ത തന്ത്രി നല്ല ഇച്ചിരി വൃത്തിയുള്ളവനായിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നെ മനസ്സിലാവുന്നത്, ഇപ്പോൾ അവിടെ ഒരു സ്വർണ്ണ കൊടിമരം ഉണ്ടായിരുന്നു. സ്വർണ്ണ കൊടിമരം അത് തേക്കിനതിൻ്റെ തടിയിൽ സ്വർണം പൊതിഞ്ഞതാണ്. അതോ സ്വർണം പൂശിയതോ, സ്വർണം പതിച്ചതാണ് എന്നാ വന്നേക്കുന്നത്. എന്തായാലും അത് ഇതുപോലെ അങ്ങ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ സ്വർണം അടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാഹനം ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അഷ്ടദിക്പാലകരും അതിനകത്ത് പലയിടത്തായിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിമകൾ മുഴുവൻ, ഈ വാഹനം ഉൾപ്പെടെ മുഴുവൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഈ വാഹനം തന്ത്രിക്ക് അങ്ങ് കൊടുത്തയച്ചു. ആര്? അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ. അത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ ഈ അജയ് തറയിലും ഒക്കെ ഉണ്ടായിരുന്ന പറയപ്പെടുന്നത്. ഏതായാലും അജയ് തറയിലൊക്കെ ഇന്നലെ വളരെ കഷ്ടപ്പെടുന്നത് കണ്ടു. ഇത് അവർ പറയുന്ന അവർ തന്ത്രിമാരുടെ വിധി അനുസരിച്ച്, താന്ത്രിക വിധി അനുസരിച്ച് തന്ത്രിക്ക് അവകാശപ്പെട്ടായതെന്നാണ്. ദേവസ്വത്തിൻ്റെ മുതലെങ്ങനെ തന്ത്രിക്ക് അവകാശപ്പെടുന്നത്? ഗവൺമെൻറ്റിൻ്റെ മുതലാണ്, പൊതുജനങ്ങളുടെ മുതലാണ്. വളരെ വലിയ ആൻറ്റിക് വാല്യുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അത് എടുത്തങ്ങ് കൊടുത്തു. അത് അന്ന് തന്ത്രിക്ക് അങ്ങ് കൊടുത്തയച്ചു. തന്ത്രി കണ്ഠരര് രാജീവർ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, ഞാനതിങ്ങനെ തിരിച്ചു വരാം എന്നും പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാൻ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. ബോർഡ് എടുത്തില്ല. പിന്നെ അത് SIT പോയി തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പം അത് ഏതായാലും സാധനം കോടതിയിലാണ്. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തയച്ചത് റിക്കവറി നടത്തിയാലും മോഷണമോ അല്ലാതെ മാറുന്നില്ല. പിന്നെ ഇതൊരാൾക്ക് കൊടുത്താണ്, അവർ സമ്മതിച്ചു, അയാൾക്ക് കൊടുത്തു, അവർ പറഞ്ഞു ഇതാണെന്ന്. അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ക്രിമിനൽ കുറ്റമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇത് UDFും ഇതുപോലെ മോഷ്ടിച്ചു എന്ന് പറയുന്നത്. ഞങ്ങൾ സ്വർണം കട്ടു, പക്ഷേ ഞങ്ങൾ മാത്രമല്ല, UDFുകാരും ചിലർ കട്ടിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഈ പരിപാടികൾ ഒക്കെ ഇറക്കുന്നത്. കട്ടിട്ടുണ്ടെങ്കിൽ, 1 രൂപയുടെ മുതലെങ്കിലും അയ്യപ്പൻ്റെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ മുഖം നോക്കാതെ ആരുടെ പേരിലായാലും നടപടി വേണം. അതാ വേണ്ടത്. അതല്ലാതെ അയാൾ LDFുകാരനാണ് UDFുകാരനാണെന്ന് നോക്കുകയല്ല ചെയ്യുന്നത്.
പിന്നെ ഈ കെ.സി. വേണുഗോപാലിനെതിരെ ഈ എം.പി. രാജേഷ് പറഞ്ഞതിൻ്റെ കാര്യം, എം.പി. രാജേഷിന് കുറേ നാളായിട്ട് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജ് വെച്ചേക്കുക. അതിന് കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇനി എന്തോന്നും ആവട്ടെ, ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എം.പി. രാജേഷ് അങ്ങ് വാ തുറന്നങ്ങ് പറഞ്ഞു ഇങ്ങനെയാണ് കെ.സി. വേണുഗോപാൽ എന്ത് ചെയ്തെന്നാണ് തന്ത്രി അല്ല ഈ പോറ്റിയെ കൊണ്ടുവന്നത്. പോറ്റിയെ അവിടെ തന്ത്രി കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചത് 2007 അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ സംഭവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2004 ദേവസ്വം മന്ത്രിയായിരുന്ന വേണുഗോപാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവെക്കാൻ നാണമില്ല ഇവർക്കൊക്കെ? ഇതുപോലെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ ഇതിനകത്തൊക്കെ അന്വേഷണം നടത്തണം. ആര് കൊണ്ടുവന്നാലും ആരെങ്കിലും ശബരിമലയും അന്ന് കയറുന്നതിന് നമുക്കൊന്നും പറ്റാൻ നോക്കത്തില്ല. ഒരുപാട് കള്ളന്മാരും ഒക്കെ ശബരിമലയിൽ ഒന്ന് കയറും. ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ അവരും അങ്ങ് വരും. പിന്നെ മാത്രമല്ല അവിടെ കൊണ്ടുവന്ന് സ്വർണ്ണമൊക്കെ അങ്ങ് കൊടുക്കുന്നതും ഒക്കെ എന്താണെന്നറിയോ, പലരും മോഷ്ടിച്ചതിൻ്റെ വിഹിതമൊക്കെ ആയി കൊടുക്കുന്നത്. കാരണം പുണ്യം ആ പാപം തീർക്കാനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യും. അതിനൊക്കെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പക്ഷേ ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി കെ.സി. വേണുഗോപാലിനെ കരിവാരി തേക്കാനുള്ള ഒരു സംഭവമാണ്. കെ.സി. വേണുഗോപാൽ അന്ന് ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വം ബോർഡുമായിട്ട് വലിയ യുദ്ധമായിരുന്നു, ശണ്ടയായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് പറയുക, അന്ന് ദേവസ്വം ബോർഡിൽ ഭരിച്ചിരുന്നത് ശ്രീ പുനലൂർ മധു. അദ്ദേഹം അന്ന് ഒരു മുൻ MLA ആയിരുന്നു. അതുപോലെ തന്നെ രാമൻ നായർ, അവരെയൊക്കെ ഇപ്പോൾ ഇല്ല കേട്ടോ. പിന്നെ വേറെ ഒരു ശ്രീകുമാർ, ഇത്രയും പേരാ. അപ്പോൾ തോന്നിവാസം പോലുള്ള അപ്പോയിൻമെൻറ്റ് ദേവസ്വം ബോർഡിൽ നടന്നു. ആ അപ്പോയിൻമെൻറ്റ് അങ്ങനെ നടന്നു കഴിഞ്ഞപ്പം അത് കെ.സി. വേണുഗോപാൽ പറഞ്ഞു ഇത് ശരിയാവത്തില്ല, നിർത്താൻ പറഞ്ഞൂടെ. അപ്പോൾ നിർത്താൻ പറഞ്ഞപ്പം മന്ത്രിയുടെ ആജ്ഞ ദേവസ്വം ബോർഡ് പാലിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇവരങ്ങെടുത്തു. ഏതായാലും പിന്നെ അൾട്ടിമേറ്റ്ലി ഇത് ഹൈക്കോടതിയിലെത്തി. ജസ്റ്റിസ് പരിപൂർണ കമ്മീഷന് നിയമിക്കേണ്ടതായിട്ട് വന്നു ഈ സംഭവത്തിലേക്ക്. അങ്ങനെ വന്നതാണ്. ആ യുദ്ധം നടത്തി വേണുഗോപാൽ പല പ്രാവശ്യം ശബരിമല നേരിട്ട് മണ്ഡലകാലത്തെ ആ ഇതൊക്കെ മുന്നൊരുക്കങ്ങൾക്കൊക്കെ വേണ്ടി പോയിട്ടുള്ള ആളാണ്. അത് അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ഇതേപോലുള്ള വർത്തമാനം പറയുന്നത്. വളരെ മോശമല്ലേ? വേണുഗോപാൽ എന്തോ പറഞ്ഞിട്ടാണ് പിന്നെ ഇതേപോലെ അത് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനെക്കുറിച്ച്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുന്നത്. നാഴികയ്ക്ക് 40 വട്ടം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ രാജേഷ്. നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കും, അതുപോലെ റിപ്പോർട്ടർ ചാനലും കേൾക്കുന്നില്ലായിരിക്കും. ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് പറയുന്ന എല്ലാ ചാനലുകളിലും പലരും പറയുന്നുണ്ട്. വി.ഡി. സതീശനൊക്കെ ഇത് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. ഇവരെയൊക്കെ അകത്തിട്ടിട്ട് അവരുടെ പേരിൽ നടപടിയൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ ഈ രീതിയിലുള്ള പരിപാടികളാണ്. പുതിയ പ്രചാരണം അങ്ങ് നടത്താൻ പോവുക. ഇനി എന്തോന്നറിയോ, ആളുകളെ ഈ വോട്ടല്ലേ, അതായത് നിയമസഭാ ഇലക്ഷൻ വരുന്നു. അപ്പോൾ ആളുകളെ ചിന്താക്കുഴപ്പത്തിലാക്കണം. ഇവർ കട്ടമില്ലെന്നുള്ള പ്രശ്നമല്ല, മറ്റൊരു കട്ടറുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരൊക്കെ കട്ടാലും ശരി, ഈ കട്ടവനെ എല്ലാം പിടിക്കണം. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും പിടിച്ചോണം. അത് രാഷ്ട്രീയമൊന്നും അല്ല അത് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മുന്നണിയാണെന്നല്ല നോക്കേണ്ടത്. ആർക്കെതിരെ അങ്ങനെയുള്ള എവിഡൻസ് ഉണ്ടോ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വാജിവാഹനം ഏതായാലും തിരികെ കിട്ടി, അത് കാര്യം. അത് എവിടെ മറച്ചു വിറ്റെന്നും അത് അവിടുന്ന് തിരിച്ചു വാങ്ങി കൊണ്ടുവന്നതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതറിയാൻ വയ്യാത്ത ഒരു കാര്യം പറയാനൊക്കത്തില്ല. തന്ത്രി പക്ഷേ പറഞ്ഞു അത് അങ്ങനെ വലിയ വിലയ്ക്ക് അങ്ങ് വിറ്റേക്കുന്ന സാധനമാണെങ്കിൽ അത് തിരിച്ചൊന്നും എടുക്കാൻ അത്ര എളുപ്പമൊന്നും ഉള്ളതല്ല. ഏതായാലും അത് കൊണ്ടുപോയെങ്കിൽ അത് തിരിച്ചെന്തായാലും അത് കിട്ടിയിട്ടുണ്ട്, വലിയ കാര്യം, അത്രയും നല്ല കാര്യം. പിന്നെ ഇത് മാത്രമല്ല, അവിടെ ശബരിമലയിൽ ഇനി ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് പാപം അയ്യപ്പ ഭഗവാൻ ഒഴിച്ച്, അദ്ദേഹത്തിൻ്റെ വിഗ്രഹം ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ ഡ്യൂപ്ലിക്കേറ്റാണ്. ശ്രീകോവിലിനകത്ത് നമുക്ക് കയറാൻ ഒക്കത്തില്ല ആർക്കും. ഈ തന്ത്രിമാർക്കൊക്കെ അല്ല കയറാൻ പറ്റുള്ളൂ. അത് ആ തന്ത്രി കള്ളനായി മാറിയാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. അപ്പോൾ അവർക്കേ കയറാൻ പറ്റും, അവർക്ക് കാണാം അയ്യപ്പനെ പിന്നെ വിഗ്രഹമൊക്കെ അടുത്ത് കാണാം. അത് തന്നെ നീ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ കൊണ്ട് വെച്ചോ എന്നുള്ളത് ആണ് പ്രശ്നം. അവിടെ അയ്യപ്പൻ്റെ വിഗ്രഹമല്ല അവിടുത്തെ ഇമ്പോർട്ടൻസ്, അയ്യപ്പ ഭഗവാൻ എന്നുള്ളതാണ് ശബരിമലയുടെ ഇമ്പോർട്ടൻസ്. ആ ഭഗവാൻ, ആ ശക്തിയാണ് ആളുകൾ ആരാധിക്കുന്നതും തൊഴുന്നതും എല്ലാം, വിശ്വാസികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനി വിഗ്രഹം ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, പ്രതീകമായിട്ടിരുന്നാൽ മാത്രം മതി. അത് ഇവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ കാണുന്നതെല്ലാം അവിടുന്ന് ഒഴിച്ചുകൊണ്ട് പോകുന്നത്.